ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റായ മത്തി വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ്, എന്നാൽ ഹെൽത്തിയാണ്. ഒരുപാട് ഓയിലൊന്നും ചേർക്കാതെ ഭയങ്കര ഹെൽത്തി ഫുഡാണ് നമുക്ക് ഫുഡിൻ്റെ. അപ്പോൾ നമുക്കിതെങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ മസാല കുക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം. എന്നാലോ ഭയങ്കര ടേസ്റ്റ്. വാഴൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരൂലേ, അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായി ഞാനൊരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളിയില്ല, അത് 3 എടുത്തിട്ടുണ്ട്. അത് 3.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, അത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ സാധാ മസാല ചേർക്കില്ലേ, അപ്പോൾ അതിനേക്കാൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയിലെ പേസ്റ്റ് കുറച്ച് ഒരുപാട് എടുക്കുക. ചതച്ചെടുത്താൽ മതി, ഭയങ്കര പേസ്റ്റ് ആക്കാൻ പറ്റില്ല. അത് കുറച്ച് തോനെ എടുത്തിട്ട് മസാല കൂട്ടണ മാതിരി നമുക്കൊന്ന് മസാല പുരട്ടി കൊടുക്കാം. മീനിൽ വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, ഭയങ്കര ഡ്രൈ ആണെങ്കിൽ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ മസാല കൂട്ടി വെക്കുന്നത് നല്ലതാണ്. ഉപ്പെല്ലാം പിടിച്ച്, ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് മറക്കരുത്. ഉപ്പെല്ലാം ചേർത്ത് നമ്മൾ മസാല കൂട്ടി, അപ്പോൾ അത് മീനിലേക്കൊന്ന് മസാല പിടിക്കാൻ ബെറ്ററാണ്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു വാഴൻ്റെ 2 ചെറിയ കഷ്ണങ്ങൾ വാഴൻ്റെ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും, തീരെ ഓയിലൊന്നും ഇഷ്ടമല്ലാതെ ഹെൽത്ത് നോക്കുന്നവർക്കും അങ്ങനെയും വേണമെങ്കിൽ നോക്കാം. ഇനി ഇതെല്ലാം ഈ മത്തിയെല്ലാം മീനെല്ലാം നമുക്കതിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ മീനെല്ലാം അതിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ ബാക്കി വരുന്ന മസാല അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളത്ത് കൊടുക്കാനും വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ട് മസാല കൂട്ടിയാൽ മതി. ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം വെളിച്ചെണ്ണ മുകളിലും ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് വേറൊരു വാഴൻ്റെ ഇല എടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് എന്തെങ്കിലും കഴിയണം. അപ്പോൾ അതിന് കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്താം. ഇനി വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയൊക്കെ വിതറാം. അങ്ങനെ നമ്മളെ നല്ല അടിപൊളി മത്തി തപ്പ് എന്ന് പറയും ഇവിടെയൊക്കെ, അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോ